തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ്. കുമ്പളങ്ങ, ഒരു കായ, അമരയ്ക്ക, മത്തങ്ങ, ഒരു കത്രിക്ക, പടവലങ്ങ, തക്കാളി, വെള്ളരിക്ക. ഇത് വെച്ചിട്ട് ഒരു അവിയൽ പോലെ തയ്യാറാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചോറിന് ഉള്ളൊരു വെജിറ്റബിൾ കറിയാണ്. അവിയലാക്കാമെന്ന് വിചാരിച്ച് ഇത് വെച്ചിട്ടൊരു കറി. പിന്നെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ ഞാൻ ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് കറിയാക്കണം. കാരണം ഇതിൽ ഒരൈറ്റം മീൻ എൻ്റെ ഹസ്ബൻഡിന് വറുക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഈ മീൻ കഴിക്കത്തില്ല, വിളമീനൊന്നും അദ്ദേഹം കഴിക്കില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വിളമീനൊക്കെയാണ്. ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോൻ ഉള്ളപ്പം ഇതൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അപ്പം അദ്ദേഹത്തിന് വിളമീനൊന്നും പിടിക്കില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒരു മീൻ അവരോട് ചോദിച്ചപ്പോൾ ഉമ്മ തന്നായിരുന്നു. അങ്ങനെ അതിനെ വറുക്കാം. ബാക്കി ഇത് കറി വെച്ച് അതിൻ്റെ ചാറ് അദ്ദേഹം കൂട്ടും. അപ്പോൾ മലക്കറി കഴുകി തയ്യാറാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതിലൂടെ ഉപ്പ്, ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, ഉള്ളി, ജീരകം, ഇഞ്ചി ഇല്ല, അതുകൊണ്ട് ഇഞ്ചി ചേർത്തില്ല. പിന്നെ വെളുത്തുള്ളി ഞാൻ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തേങ്ങ ഇതൊന്ന് ചതച്ചിട്ട് തേങ്ങയിട്ട് ചതച്ചെടുക്കാം. ഒന്ന് ഇളക്കി നോക്കാമേ. കുമ്പളങ്ങയും വെള്ളരിക്കയും പടവലങ്ങയും തന്നെ വെള്ളം ഊറുന്ന ഐറ്റംസാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പച്ചക്കറി ഇങ്ങനെ കഷ്ണമായിട്ട് കിടന്നാൽ അവർ കഴിക്കില്ല. അവർക്ക് ഉടഞ്ഞ് തന്നെ ഇരിക്കണം. അവിയലായാലും എന്ത് കറിയായാലും അവർ വെജിറ്റബിൾസിനോട് ഇച്ചിരി എതിരാണ്. പക്ഷേ എനിക്ക് വെജിറ്റബിൾ ഇല്ലാതെ ചോറ് ബുദ്ധിമുട്ടുമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണത്. എനിക്ക് അവിയലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ ഈർപ്പൊന്ന് വറ്റി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം. ഇതിൽ ഇച്ചിരി കുമ്പളങ്ങയും വെള്ളരിക്ക, പടവലങ്ങ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൽ ആവശ്യത്തിലധികം വെള്ളം ഇതിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഓക്കെ, ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട്.